കിട്ടുന്ന ഹോളിഡേയ്സ് മുഴുവൻ സാധാരണഗതിയിൽ ഉറങ്ങിത്തീർക്കുക പതിവ്. ഇന്നെങ്കിലും എവിടെയെങ്കിലും പോകണം, വയറ് നിറച്ച ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് മടിയാന്നേ. ആരെയും വിളിച്ചുകൊണ്ട് പോകും? അധികം ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ ചങ്കിൻ്റെ ചങ്കായ ജിബി മോളെ ഞാൻ വിളിച്ചു. ചേച്ചിയെ, നമുക്ക് എങ്ങോട്ടെങ്കിലും വിട്ടാലോ? ഫുഡ് അടിച്ചാലോ? എവിടെ ഉണ്ട്? ഒട്ടും ആലോചിക്കാതെ ചേച്ചി പറഞ്ഞു, ഉണ്ടടി മോളെ ഒരു സ്ഥലം, തറവാട്. തറവാടോ? ലൊക്കേഷൻ അയക്കി ചേച്ചി. ലൊക്കേഷൻ അയച്ച് നോക്കിയപ്പോൾ എൻ്റെ അമ്മോ, 3 മണിക്കൂർ യാത്ര. ശരി, 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ, പോയൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് ഞാനും കരുതി. 2-3 മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന് ഗൂഗിൾ ചേച്ചി പറഞ്ഞെങ്കിലും ഇത്രയും കഠിനമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഏതോ പ്ലാനറ്റിൽ വന്ന് ഇറങ്ങിയ പോലെ. ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഒരു ധാരണയില്ല. അങ്ങനെ ചോദിച്ചു പോയപ്പോൾ ഒരാൾ പറഞ്ഞു, മോളെ അടുത്ത ട്രെയിൻ പിടിച്ചു, എന്നാലേ നിനക്ക് അവിടെ എത്താൻ പറ്റും. അമ്പോ, എനിക്കിവിടുത്തെ ട്രെയിനിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലോ. ആദ്യം കരുതി ഒരു റൈഡൊക്കെ ബുക്ക് ചെയ്തങ്ങ് പോയാലോ. പിന്നെ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും അല്ലേ അതിൻ്റെ ഒരു ഇത്. ഓരോ യാത്രയും ഓരോ പഠനമല്ലേ. പിന്നൊന്നും നോക്കിയില്ല. സിംഗപ്പൂരിനെ പാട്ടുമിട്ട് പടച്ചോനെ ഇങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് അടുത്ത ട്രെയിൻ നമ്മൾ പിടിച്ച്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അത്രയും വൈബൊന്നുമില്ല, എങ്കിലും സ്ഥലത്തെത്തി. വെളിയിലോട്ട് നോക്കുമ്പോൾ ആകെ മൊത്തം ഒരു മഞ്ഞ് മൂടിയ അന്തരീക്ഷം. എങ്കിലും കൊള്ളാമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആൾ എന്നെ കാത്ത് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ജിബി മോൾ. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മുടെ ചങ്ക് പറഞ്ഞ സ്ഥലത്തെത്തി, തറവാട് റെസ്റ്റോറൻറ്റ്. 2-3 മണിക്കൂർ യാത്ര ചെയ്ത് ഫുഡ് അടിക്കാൻ വന്ന എങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും കേട്ടോ എന്നുള്ള വാണിംഗും കൊടുത്ത് എന്തായാലും ഞങ്ങൾ അകത്ത് കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംബിയൻസും നല്ല സർവീസും. ആദ്യം തന്നെ പഴംപൊരിയൊന്നും ചായയൊന്നും തന്നെ ആയിക്കോട്ടെ നമ്മുടെ തുടക്കം. നല്ല ചൂട് പഴംപൊരിയും ചായയും, വെളി നല്ല മഴയും, മഞ്ഞും. ആഹാ, അന്തസ്. അടുത്ത എന്താണ് ചേച്ചി വേണ്ടത്? കൂലങ്കഷമായ വിശകലനത്തിന് ശേഷം ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. ആഹാ, നല്ല ചൂട് എല്ലും കപ്പയും. പൊളി. കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തകർത്ത് ആക്ട് ചെയ്ത് സ്വന്തമായി വീഡിയോ എടുക്കുമ്പോൾ ചൂട് കപ്പയെടുത്ത് വായിലിട്ട് പൊള്ളിക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ള വാണിംഗ് ബെല്ലോടുകൂടെ അടുത്തതായി ആവോലി പൊള്ളിച്ചത് കഴിക്കാം. എടാ മോനെ, മീൻ പൊള്ളിച്ചത് പൊളിച്ച്. നാടും വീടും വിട്ട് വെള്ള നാട്ടിൽ വന്ന് കിടക്കുന്ന മിക്കവാറും നോൺ വെജിറ്റേറിയൻസിന് ആദ്യം മിസ് ചെയ്യുന്ന സാധനമാണ് മീൻകൂട്ടൻ. അവരുടെ മുന്നിലോട്ട് ഇതുപോലെ മസാലയൊക്കെ തേച്ച് മീൻ പൊള്ളിച്ചതും നല്ല മൊരിഞ്ഞ പൊറോട്ടയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. അവിടുന്ന് നല്ല റിവ്യൂവും കൊടുത്ത് കുറച്ച് കപ്പലിൻ്റെ മിഠായി, നാരങ്ങ മിഠായി, ലഡു ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോളിഡേ ആയതുകൊണ്ട് ഒരുമാതിരി എല്ലാ മോൾസും സ്റ്റോൾസും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മളുടെ സ്വന്തം കലാപരിപാടികൾ നടു റോഡിൽ കാണിച്ച് നിർവൃതിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. നേരെ ഒരുപാട് രാത്രി ആയതുകൊണ്ട് ജിബി മോൾ എന്നോട് പറഞ്ഞു, മോളെ നീ ഇന്ന് പോകണ്ട, ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് കിച്ചണറിലേക്ക് വിടാം. അവിടെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നു, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ പാതിരാത്രി ഒരു 2 മണി 3 മണി നേരെ ഇരുന്ന് നാട്ടുകാരെ പറ്റി നുണയും കുതിയൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടനുമൊക്കെ അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രെയിനിലൊക്കെ കയറണമെന്ന് ഒരു വട്ടം ഒന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ ആഗ്രഹം ശരിക്കും സാധിച്ചു കിട്ടി. യാത്ര ഫുൾ ട്രെയിനിൽ തന്നെയായിരുന്നു. നല്ല വിശപ്പ് വന്നു കഴിഞ്ഞപ്പോൾ മക്ഡിയിൽ നിന്നൊരു സാൻഡ്വിച്ചും വാങ്ങിച്ച് കഴിച്ച് അടുത്ത വണ്ടിയും പിടിച്ച് ഞങ്ങൾ കിച്ചണറിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങളുടെ ഫ്രണ്ടിന് ഒരു വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങും തയ്യാറാക്കി എന്നെ കൊണ്ടുവന്നത് കിച്ചണറിൽ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലുമാക്കിയിട്ട് ജിബി മോൾ യാത്ര അവസാനിപ്പിച്ച് പോവുകയാണ്.
അങ്ങനെ വെറുതെ ഉറങ്ങി തീർത്ത് കളയേണ്ട ഒരു ദിവസത്തെ ഇത്ര അടിപൊളിയാക്കി തന്ന എൻ്റെ ജിബി മോക്കൊരു ചക്കര ഉമ്മ. നാളത്തെ സർപ്രൈസിനെ പറ്റി മറക്കണ്ട എന്ന് റിമൈൻഡ് ചെയ്ത് ടാറ്റായും കൊടുത്ത് എൻ്റെ ജിബി മോളെ ഇന്നത്തേക്ക് ഞാൻ വിട്ടിരിക്കുന്നു.